നമുക്ക് വെണ്ണക്കര ഹൈസ്കൂളിലേക്ക് പോകാം. ബൂത്ത് നമ്പർ 41, 42, 43, 44 ഈ 4 ബൂത്ത് നോക്കുന്നത് നമ്മുടെ കരിമ്പക്കാരൻ അഷ്കർ അലിയാണ്. അഷ്കർ അലി, ഏൽപ്പിച്ച 4 ബൂത്തിലും പോളിംഗ് എങ്ങനെയുണ്ട്? പോളിംഗ് തകൃതിയായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് സുജിയ. നമുക്ക് പക്ഷേ ഇവിടുത്തെ ഒരു കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾ രാവിലെ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ അതിനേക്കാൾ നീളത്തിലേക്ക് ഇപ്പോൾ നീണ്ടു പോയിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ മാത്രം ഒരു 10-100 സ്ത്രീകൾ മാത്രം കാത്തു നിൽക്കുന്നു. അതിന് പുറമെ പുരുഷന്മാരും അതുപോലെ തന്നെ 10-100ഓളം ആളുകൾ കാത്തു നിൽക്കുന്ന അവസ്ഥയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയേറെ ഒരു ആൾക്കൂട്ടം, നമുക്ക് വലിയ ആൾക്കൂട്ടം തന്നെ കാണാം. രാവിലെ മുതൽ തന്നെ ഈ ബൂത്തിൽ ഇത് തന്നെയാണ് സാഹചര്യം. പക്ഷേ ഇപ്പോൾ വരി കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നേരമായി വന്നിട്ട്? എത്ര നേരം എത്തിയിട്ട്? 1 മണിക്കൂറായി. 1 മണിക്കൂറായി. പക്ഷെ ബൂത്തിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. തിരക്കാണ് എല്ലാ പ്രാവശ്യം ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഈ ബൂത്ത് എല്ലാ പ്രാവശ്യം ഒരുപോലെയാണ്, എപ്പോഴും കൂടുതലാണ്. എപ്പോഴും ബാക്കിയുള്ള ഭാഗം കഴിഞ്ഞു പോയാൽ സ്പീഡിൽ നടക്കുന്നുണ്ടോ പോളിംഗ്? കുറച്ച് വേണ്ടില്ല. തന്നേരം കുറച്ച് മന്ദഗതിയായിരുന്നു, ഇപ്പൊ കുറച്ച് കുഴപ്പമില്ല. എന്തായാലും വോട്ട് ചെയ്തിട്ടേ പോകാവൂ എന്ന് പറയണം. സ്ലിപ്പൊക്കെ തന്ന് നമുക്കൊരു 8 മണി 9 മണി വരെ ഇരുന്നിട്ടായാലും നമുക്ക് വോട്ട് മൊത്തം ചെയ്യണം കേട്ടോ അഷ്കർ. സുജ, ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 48 നമ്പർ ഒരു ബൂത്ത് കൂടിയുണ്ട്. ആ ബൂത്തിലെ വരിപ്പ് നീണ്ട് അവസാനം ഇവിടേക്ക് 44 ബൂത്തിൻ്റെ വരിയിലേക്ക് എത്തിയൊരു സാഹചര്യമുള്ള അത്രയേറെ സ്ത്രീകളാണ് അവിടെ ഉള്ളത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ നീണ്ടു നിവർന്നു നിൽക്കുന്നൊരു വരി. നമുക്ക് ദൃശ്യങ്ങൾ ആ വരി കൂടി കാണിക്കാവുന്നതാണ്. കാരണം അത്രയേറെ ആളുകൾ ആ ബൂത്തിലുമുണ്ട്. അത്തരത്തിൽ ഈ ഒരു സ്കൂളിലേക്ക്, ഈ വെണ്ണക്കര ഹൈസ്കൂളിൽ 5 ബൂത്തുകളുണ്ട്. 5 ബൂത്തുകളിൽ 2 ബൂത്തുകളാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ആൾക്കൂട്ടം കൂട്ടിമുട്ടുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. 184 ബൂത്തുകളിലെയും ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർ നോക്കൂ. സ്ത്രീകളുടെ ഒരു വലിയ നിരയാണ് നമ്മൾ കാണുന്നത്. അഷ്കർ നിൽക്കുന്ന വെണ്ണക്കുളം ഭാഗത്ത്, അവിടെ ഇപ്പോൾ വെണ്ണക്കര ഹൈസ്കൂളിലെ 4 ബൂത്തുകളാണ്. അതിൽ ബൂത്ത് 41 മുതൽ 44 വരെയുള്ള നോക്കൂ, വലിയ നിരയാണ്. കുറച്ചുകൂടി വേഗം വെക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി കാര്യക്ഷമമായി ഈ പോളിംഗ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വോട്ട് ചെയ്തിട്ടൊന്ന് വീട്ടിൽ പോകാമായിരുന്നു എന്നൊക്കെ അവിടെയുള്ളവർ പരസ്പരം ഇപ്പോൾ സംസാരിക്കുന്നുണ്ടാകണം. അതിനിടയിലാണ് ഒരു കറണ്ട് കട്ട് വന്നിരിക്കുന്നത്. കണ്ണാടി ബൂത്ത് നമ്പർ 170 വൈദ്യുതി തടസ്സപ്പെട്ടു. 1 മണിക്കൂറിലേറെയായി സ്ത്രീകളടക്കം ക്യൂവിൽ നിൽക്കുകയാണ്. ഇക്ബാൽ അറക്കൽ അവിടെയുണ്ട്. ഇക്ബാൽ അറക്കൽ, അവിടെ വൈദ്യുതി വന്നോ? സുജ, വൈദ്യുതി വന്നു അല്പസമയം മുമ്പാണ്. ഇപ്പോൾ ഏറെ നേരം കാത്തിരുന്നതിന് ശേഷം ഈ ബൂത്ത് നമ്പർ 170 ABUP സ്കൂളിലെ ഈ വൈദ്യുതി തടസ്സപ്പെട്ട സംഭവം ഇപ്പോൾ പരിഹരിച്ചത്. ഇപ്പോൾ വീണ്ടും വൈദ്യുതി പോയി എന്ന രീതിയിലുള്ള വിവരങ്ങളും വരുന്നുണ്ട്. വീണ്ടും വൈദ്യുതി പോയി. ഇടയിൽ വന്നതാണ്. ഇപ്പോൾ വീണ്ടും ഈ 170 ബൂത്തിലെ ഉദ്യോഗസ്ഥർ പകരം സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയിൽ ഒരു 4 മിനിറ്റോളം വൈദ്യുതി ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ വൈദ്യുതി പെട്ടെന്ന് വീണ്ടും പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവസാന മണിക്കൂറുകളാണ്. പെട്ടെന്ന് പകരം സംവിധാനമാക്കാൻ പറയൂ. കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും. ഇല്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് കറണ്ട് 2 തവണയായിട്ട് പോകുന്നുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. വേറെ സംവിധാനം ഇല്ല. ഒരുപാട് നേരമായില്ല. ഇപ്പോൾ നേരത്തെ കുറേ നേരം ലാഗായിരുന്നു. കുറച്ച് ലാഗായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പല വനിതകളും വലിയ സ്ത്രീകളും പറയുന്നുണ്ട് 1 മണിക്കൂറിലേറെ അവർ കാത്തു നിൽക്കുന്നു. അവിടെ കുറച്ച് സ്ലോ ആയതുകൊണ്ട് മെഷീൻ സ്ലോ ആണോ? കണ്ണാടി പഞ്ചായത്താണിത്. ബൂത്ത് നമ്പർ 170 ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. ശ്രദ്ധിക്കണം. 170 നമ്പർ ബൂത്തിൽ കറണ്ട് പോകുന്നുണ്ട്. സ്ത്രീകളടക്കം ക്യൂവിൽ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം.